യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം റീലുകളുമൊക്കെയായി എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് നടി അഹാന കൃഷ്ണ. സഹോദരി ദിയ കൃഷ്ണയുടെ വിവാഹത്തിന് പിന്നാലെ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ വീണ്ടും വിവാഹമേളങ്ങൾ ഉയരുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അഹാനയുടെ വിവാഹത്തെക്കുറിച്ചുള്ള സൂചന നൽകി എത്തിയിരിക്കുന്നത് വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലൂടെ പിതാവായ കൃഷ്ണകുമാർ തന്നെയാണ്. മൂത്ത മകൾ അഹാന കൃഷ്ണയ്ക്കൊപ്പം സഹോദരി ഇഷാനി കൃഷ്ണയും വിവാഹത്തിന് തയ്യാറെടുക്കുന്നുവത്രേ. ഇഷാനി തന്റെ സുഹൃത്തായ അർജുനുമായി വിവാഹിതയാകാൻ പോകുന്നു എന്നാണ് സൂചന. അഹാനയുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് നിമിഷ് രവി. ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം പഴക്കമുള്ള സൗഹൃദമാണ് നിമിഷും അഹാനയും തമ്മിൽ. ഇരുവരും പ്രണയത്തിലാണെന്ന രീതിയിൽ പലപ്പോഴും വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും ഇരുവരും ഇതുവരെ തങ്ങളുടെ പ്രണയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതിനിടെയാണ് അഹാനയുടെ അച്ഛൻ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. അഹാന കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചു, കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന്. ഞങ്ങളോട് അവതരിപ്പിക്കുകയേ വേണ്ട, അവരൊക്കെ വീട്ടിൽ വരുന്നുണ്ട്. ഞാനും ഇതുപോലെയായിരുന്നു. സിന്ധുവിനെ എൻ്റെ വീട്ടിൽ കൊണ്ടു പോകാറുണ്ടായിരുന്നു. ഏറ്റവും സൗകര്യം. ഓരോരുത്തരും കല്യാണം കഴിക്കാൻ പോകുന്നത് ആരെയാണെന്ന് അവർക്കും അറിയാം, എനിക്കും അറിയാം. നമുക്കും അത്ര സുഖം, സമാധാനം, കൃഷ്ണകുമാർ പറയുന്നു. നിമിഷിന്റെ അച്ഛൻ രവിയുമായി 33 വർഷത്തെ ബന്ധമാണ് തനിക്കുള്ളത്. പണ്ട് സിനിമയിൽ പണം നഷ്ടപ്പെട്ട ഒരു നിർമ്മാതാവായിരുന്നു രവിയെന്നും ആ കഷ്ടപ്പാടുകൾക്ക് ദൈവം നൽകിയ പ്രതിഫലമാണ് ഇന്ന് നിമിഷിലൂടെ ലഭിക്കുന്ന വിജയമെന്നും കൃഷ്ണകുമാർ പറയുന്നു. 30 വർഷം മുൻപ് അഹാനയ്ക്കായി വാങ്ങിയ ആ കുഞ്ഞുടുപ്പ് ഇപ്പോൾ എൻ്റെ കൊച്ചുമകനെ അണിയിച്ചപ്പോൾ കിട്ടിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അഹാന ജനിച്ച ആ കാലമൊക്കെ കൃഷ്ണകുമാർ ഓർത്തെടുക്കുന്നു. 4ാമത്തെ മകൾ ജനിച്ചപ്പോൾ വിഷമിക്കേണ്ട, ആണും പെണ്ണും ഒരുപോലെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ വന്നവരുണ്ട്. മക്കൾ വളർന്നു വന്ന കാലഘട്ടം വലിയ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെതായിരുന്നുവെന്നും കൃഷ്ണകുമാർ പറയുന്നു. സിനിമയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന സമയം ചില പ്രൊഡ്യൂസർമാർ കൃത്യമായി പണം നൽകാതെ ചതിച്ചിട്ടുണ്ട്. അഹാനയുടെ കണ്ണിന് ശസ്ത്രക്രിയ വേണ്ടി വന്നപ്പോൾ കയ്യിൽ പണമില്ലാതെ ഞാൻ ആദ്യമായി പതറിപ്പോയി. എന്തിനും കൂടെ നിൽക്കുന്ന അച്ഛൻ പതറുന്നത് അഹാന ആദ്യമായാണ് കാണുന്നത്. അന്നെന്നെ സഹായിച്ച സുഹൃത്തുക്കളെ ഞാൻ ഇന്നും നന്ദിയോടെ ഓർക്കുന്നു. മക്കളുടെ വിവാഹത്തിന്റെ കാര്യത്തിൽ തനിക്ക് വലിയ നിർബന്ധങ്ങളൊന്നുമില്ലെന്ന് കൃഷ്ണകുമാർ പറയുന്നു. ഞങ്ങളുടെ വീടിന്റെ ചരിത്രം നോക്കിയാൽ എൻ്റെ അച്ഛനായിരുന്നു വീട്ടിലെ ഏറ്റവും മൂത്തയാൾ. ഏറ്റവും ഒടുവിൽ കല്യാണം കഴിച്ചതും അച്ഛനാണ്. അതുകൊണ്ട് തന്നെ കല്യാണം എന്നത് എനിക്ക് വളരെ നാച്ചുറലായ ഒരു കാര്യമാണ്. ആർക്കെപ്പോൾ വേണമെന്ന് തോന്നുന്നുവോ അവർക്ക് അത് ചെയ്യാം. അച്ഛാ, എനിക്ക് കല്യാണം കഴിക്കണം, ചെറിയൊരു കല്യാണം മതി, 100 പേരെ വിളിച്ചാൽ മതിയെന്ന് ദിയ വന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും ഒന്നും ചെലവാക്കേണ്ട, എല്ലാം ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്നവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്. മറ്റു മക്കളോടും ഞാൻ ഇത് പ്രത്യേകം പറഞ്ഞു, ഇങ്ങനെ വേണം നിങ്ങളും ചെയ്യാനെന്ന്. അഹാന കഴിഞ്ഞ ദിവസം താൻ വിവാഹിതയാകാൻ തയ്യാറെടുക്കുന്നു എന്നൊരു മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്. മറ്റേ കാര്യം ഓർമ്മയുണ്ടല്ലോ എന്ന്. ബാക്കിയെല്ലാം ശരിയാണ്, പക്ഷേ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ദിയയുടെ വിവാഹം സ്വന്തം ചെലവിലാണ് നടന്നതെന്നാണ് ഞാൻ അവളെ ഓർമ്മിപ്പിച്ചത്. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം എന്താണെന്നറിയുമോ? മക്കൾ ഓരോരുത്തരും വിവാഹം കഴിക്കാൻ പോകുന്നത് ആരെയാണെന്ന് അവർക്കും എനിക്കും കൃത്യമായി അറിയാം. അശ്വിനെയും നിമിഷിനെയും അജിനെയുമൊക്കെ വളരെ കാലമായി അറിയാവുന്ന കുട്ടികളാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെക്കുറിച്ച് അന്വേഷിക്കാൻ രഹസ്യമായി ആളെ വിടുകയോ മറ്റുള്ളവരോട് ചോദിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഇവരെക്കാളൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. എന്നെക്കുറിച്ച് ആരും അന്വേഷിക്കാത്തത് കൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോയി. അന്വേഷിച്ചിരുന്നെങ്കിൽ എല്ലാം അന്ന് തന്നെ പൊളിഞ്ഞു പോയേനെ. നമ്മളെക്കാൾ നല്ലവരായ കുട്ടികളെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സമാധാനവും സന്തോഷവും ഉണ്ടെന്നും കൃഷ്ണകുമാർ പറയുന്നു.